ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രവൃത്തി നടന്നു. എൻ്റെ 22 വർഷത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ വളരെ അപൂർവ നിമിഷങ്ങളിലാണ് സഹജമായിട്ടുള്ള ദേഷ്യത്തിനപ്പുറത്തേക്ക് ഒഴുകുന്ന ചില അപൂർവ നിമിഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി ഇന്ന് വീട്ടിലേക്കൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൃഹോപകരണം ഫിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത്. പുതിയ കാലഘട്ടത്തിലെ ഓരോ ടെക്നോളജികളൊക്കെ അതിലുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ വിദ്യാർത്ഥി എത്തിയത്. അപ്പം എൻ്റെ ഓർമ്മകൾ കുറച്ച് പുറകോട്ട് പോയി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് മനസ്സിലാകാതിരിക്കുമ്പോൾ പലപ്പോഴും സഹജമായിട്ടുള്ള ദേഷ്യത്തിനപ്പുറത്തേക്ക് ദേഷ്യം വരികയും അത് ശരിക്കും പ്രോപ്പറായിട്ട് അവന് മനസ്സിലാവുന്ന രൂപത്തിൽ പഠിപ്പിക്കേണ്ടതിന് പകരം നമ്മുടെ അമിതമായ ആത്മാർത്ഥതയാണ് അതിനെ മറികടന്ന് അവനിലേക്ക് ദേഷ്യം ചൊരിയുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആ പഴയ വിദ്യാർത്ഥി എന്നെ വളരെ അടുത്ത് നിർത്തിയിട്ട്, എനിക്കത് അത്രയായിട്ട് മനസ്സിലാവുന്നില്ല, അവനൊരു പക്ഷേ ദേഷ്യം വരാവുന്ന ഒരു മാനസികാവസ്ഥ, എന്നോട് ദേഷ്യപ്പെടാം ഒരു പക്ഷേ, എന്നെ വളരെ അടുത്ത് നിർത്തി ഓരോ കാര്യങ്ങളും ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ട് അവൻ പറഞ്ഞു തന്നു. അപ്പം എൻ്റെ ചിന്തകൾ, എനിക്ക് അന്ന് ആ വിദ്യാർത്ഥിയോട് ഇതുപോലെ വളരെ മനോഹരമായിട്ട് ഞാൻ അവനോട് പറയേണ്ടതായിരുന്നു എന്നുള്ളൊരു ചിന്ത. നമ്മൾ കാലങ്ങൾക്ക് ശേഷം നമ്മളെ പലവരും നമ്മളെ വന്ന് പഠിപ്പിക്കും, ഒരു മനുഷ്യരോട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എങ്ങനെ പ്രോപ്പറായിട്ട് പെരുമാറേണ്ടി വരുന്നുള്ളത്. അവർ നമ്മളോട് ഈ രൂപത്തിലേക്ക് പ്രതികാരം ചെയ്യും എന്നുള്ളതാണ്. പ്രതികാരമല്ല, അപ്പോൾ നമ്മുടെ പെരുമാറ്റങ്ങളെ നാളെ ഭാവിയിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓരോ മനുഷ്യരോട് ഓരോ നിമിഷത്തിലും നമ്മൾ പെരുമാറണം എന്നുള്ള ചിന്ത ഇന്ന് എനിക്കുണ്ടായി. താങ്ക് യു.